വിജയദശമി ആഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം വട്ടിയൂർക്കാവ് അറപ്പുര ശ്രീ ഈശ്വരിയമ്മൻ സരസ്വതി ക്ഷേത്രത്തിൽ ബാലസരസ്വതി പൂജ നടന്നു. ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. വിജയദശമി ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന പ്രത്യേക ചടങ്ങിലാണ് കേന്ദ്രമന്ത്രി പങ്കെടുത്തത്. കഴിഞ്ഞ 24 വർഷമായി സുരേഷ് ഗോപി വിജയദശമി ദിനത്തിൽ ക്ഷേത്രത്തിലെത്താറുണ്ട്. ദേവിയെ ബാലസരസ്വതി രൂപത്തിൽ ആരാധിക്കുകയാണിവിടെ. 39 കുട്ടികളാണ് ദേവീഭാവത്തിൽ എത്തിയത്. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് പാദപൂജ ചെയ്തു. 11 ദിവസം കാപ്പുകെട്ടി വ്രതമെടുത്താണ് പൂജയ്ക്കായി കുട്ടികൾ ഒരുങ്ങിയത്. ബാലസരസ്വതി പൂജ എന്ന് പറയുന്നത് നമ്മുടെ ദേവിയുടെ പ്രതിഷ്ഠ ബാലസരസ്വതി രൂപത്തിലാണ് ദേവി പ്രതിഷ്ഠ. അപ്പോൾ അത്തരത്തിൽ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇത്തരത്തിലൊരു ബാലസരസ്വതി പൂജ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 24 വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ നടത്തുന്നു. അപ്പോൾ അത് കുട്ടികളെ, ബാലികമാരായ കുട്ടികളെ സരസ്വതിയായിട്ട് സങ്കല്പിച്ച് അവരെ പൂജ ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അതായത് നമ്മളെ ഉത്സവം തുടങ്ങുന്ന അന്ന് 22 എല്ലാ നവരാത്രിയുടെ 1-ാമത്തെ ദിവസം രാവിലെ വന്ന് കാപ്പ് കെട്ടി 10 ദിവസത്തെ വ്രതമെടുത്താണ് അവർ ഈ പൂജ സ്വീകരിക്കുന്നത്. 24-ാമത്തെ വർഷമാണ് സുരേഷ് ഗോപി സാറ് ഈ ചടങ്ങിന് മുടങ്ങാണ്ട് വിജയദശമി ദിവസം ഇവിടെ വരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു വിശ്വാസമാണ്. ബാലസരസ്വതി പൂജയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏവരും ഏറെ സന്തോഷത്തിലാണ്. ദേവിയുടെ അനുഗ്രഹമായി തന്നെയാണ് ഇതിനെ കാണുന്നത്. ഞങ്ങളിവിടെ 3-ാമത്തെ പ്രാവശ്യമാണ്. 3 വർഷമായിട്ട് എടുക്കുന്നതാണ്. വ്രതമെടുത്ത് ഇത് 11-ാമത്തെ ദിവസമാണ്. വ്രതമെടുത്ത് ആഗ്രഹമാണ് ഇവിടെ വന്ന് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞ് അന്ന് തൊട്ട് ഇത് 3-ാമത്തെ പ്രാവശ്യമാണ്. 11 ദിവസത്തെ വ്രതം എടുത്ത് കാപ്പ് കെട്ടി ഇന്ന് ഇത് കഴിയുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനും അമ്മയുടെ അനുഗ്രഹം വാങ്ങാനുമായി ക്ഷേത്രത്തിലെത്തിയത്. ജനം, തിരുവനന്തപുരം.